എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം തന്നെയാണ് ഇലയട. രണ്ട് ടൈപ്പ് ഇലയടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. തേങ്ങയും ശർക്കരയും ഇട്ടിട്ടുള്ള ഇലയടയും ഒന്ന് ഡേറ്റ്സ് കൊണ്ടുള്ള ഇലയടയും. അങ്ങനെ രണ്ട് ടൈപ്പ് ഇലയടയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചിരകി വെച്ച തേങ്ങ, ഇത് ഞാൻ എടുത്തിരിക്കുന്നത് അവിലാണ്. അവിൽ ഒന്ന് കുതിർത്ത് കഴുകിയെടുത്തതാണ്. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അതൊന്ന് കുതിർത്തെടുത്തത്. പിന്നെ ശർക്കര, ഏലക്കാപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇലയടയ്ക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആദ്യത്തെ ഇലയട ആക്കാനാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ശർക്കരയും തേങ്ങയും അവിലും കൂടെ അത് ആദ്യം നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡേറ്റ്സിൻ്റെ ഇലയടയും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു മാവ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ സ്റ്റഫിങ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതിനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന മിനുസുള്ള പൊടിയാണിത്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ മാവ് നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങയും ശർക്കരയും അവിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അല്പം ഏലക്കാപ്പൊടി, പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അവില്, എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഈ മാവിൽ ഒഴിച്ച വെള്ളത്തിൽ അല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. നീ ഉപ്പിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ മധുരല്ലേ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു പേരിന് ഒരു നുള്ളു ഉപ്പ് ഞാൻ ആ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ മാവും അതിൻ്റെ സ്റ്റഫിങ്ങും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇല എടുക്കുക. കൈ അല്പം വെള്ളത്തിൽ കുറച്ച് മുക്കിയെടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ നമ്മുടെ ഈ മാവ് ഒട്ടിപ്പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഉരുള എടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നമ്മുടെ ഈ ഇലയിൽ വെച്ച് നമുക്കിത് നല്ലവണ്ണം പരത്തിയെടുക്കാം. നല്ല നേർങ്ങനെ പരത്താൻ നോക്കണം. എത്രത്തോളം നേർങ്ങനെ പരത്താൻ പറ്റുമോ അത്രയും നല്ലതാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം കയ്യിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക. ഇത് ഞാൻ നേർങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. ശർക്കരയുടെ സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. ഒരു ഭാഗം വെച്ച് കൊടുത്താൽ മതി, എന്നാൽ നമുക്ക് മടക്കുമ്പോൾ അത് ലെവലായി കിട്ടും. ഇതുപോലെ എന്നിട്ട് സൈഡ് ഭാഗമെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിക്കിടന്നു. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ അടുത്ത ഡേറ്റ്സിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കഴിയുന്ന വിധത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഡേറ്റ്സിനെ കൊണ്ടുള്ള ഇലയട ഉണ്ടാക്കിയെടുക്കാം. അതിന് ആവശ്യമുള്ളത് കുരുവൊക്കെ കളഞ്ഞു വെച്ച ഡേറ്റ്സ്, തേങ്ങ, ഇത്രയും മാത്രമേ നമുക്ക് ഡേറ്റ്സ് ഇലയടയാക്കാനും ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന സെയിം മാവ്. ഇനി ഡേറ്റ്സിനെയും തേങ്ങയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ അല്പം ഏലക്കാപ്പൊടി കൂടെ ഇതിലിടാം. ഞാൻ ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടെ ഇതിലിടുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡേറ്റ്സിൻ്റെ മധുരമുള്ളത് കൊണ്ട് വേറെ മധുരമൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് നമുക്ക് നല്ലവണ്ണം നേർങ്ങനെ പരത്തിയെടുക്കാം. നേർങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിൽ വെച്ച് കൊടുക്കാം. ഇത് മടക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് ഇലയുടെയും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്ക് ഇലയുടെ ഇനി വേവിച്ചെടുക്കാം. അതിനിവിടെ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവി കയറ്റിയെടുക്കാം.
നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. ആവിയൊക്കെ വന്ന് നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്കിനി ഇതിൽ നിന്നും സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്നും മാറ്റാം. നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ഡേറ്റ്സ് കൊണ്ടുള്ള ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ തേങ്ങയും അവിലും ശർക്കരയും കൂടി ഇട്ടത്. രണ്ടും നല്ലവണ്ണം വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം.